കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫേസ്ബുക്കിൽ കവർ പേജസ് ആയിട്ടും അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഇൻസ്റ്റയിൽ ട്വിറ്ററിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫോട്ടോസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഡിസൈൻസ് ഒക്കെ ഉൾപ്പെടുന്ന നല്ല ഫോട്ടോസ്, അതേപോലെ ഇൻവിറ്റേഷൻ കാർഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡിസൈനിങ് കം ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെയാണ് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതാണ് ഈ ആപ്പ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷന്റെ പേര് ക്യാൻവ എന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ക്യാൻവ ഫ്രീ ഫോട്ടോ എഡിറ്റർ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇതിനകത്ത് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോഷ്യൽ മീഡിയ ഇമേജസ് കണ്ടെത്താൻ പറ്റും. ഇൻവിറ്റേഷൻ കാർഡ്സ്, ഫോട്ടോ കൊളാഷസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ടെംപ്ലേറ്റ്സിന് വേണ്ടിയിട്ട് 60,000+ ഫോട്ടോസ് അവൈലബിൾ ആണ്. ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടത്, ഫേസ്ബുക്ക് കവർ പേജിന് വേണ്ടത്, ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടത്, സോഷ്യൽ ഗ്രാഫിക്സ് തുടങ്ങിയിട്ട് കുറേ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമ്മളൊരു ഫേസ്ബുക്ക് കവർ പേജാണ് നോക്കുന്നത്. കുറേ കവർ ഫോട്ടോസ് ഇവിടെ അവൈലബിൾ ആണ്. ഏതാണ് നിങ്ങൾക്ക് കവർ പേജ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഈ ആപ്പിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അതിന് ചേഞ്ച് വരുത്തുകയാണ്. ടെക്സ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ ടൈപ്പ്, ഫോണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ടെക് മലയാളം എന്ന് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതേപോലെ ടെക്സ്റ്റിൽ ചേഞ്ച് വരുത്തുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് എന്നുള്ളൊരു ഐക്കൺ കാണാം. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫിക്സും ടെംപ്ലേറ്റ്സും ഒക്കെ ആക്കിയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം സേവ് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ മെസ്സേജ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കവർ പേജ് ഷെയർ ചെയ്യാം. ഈ ഒരു ആപ്പിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് യോർ ഡിസൈൻസ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണോ ഇതുപോലെ ഡിസൈൻ ചെയ്തത് ആ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അത് ഏത് കാറ്റഗറിയാണ്, ഫേസ്ബുക്ക് കവറാണോ, അതിൻ്റെ തീം കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ആവും. അതേപോലെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കാർഡ്സ് വേണമെങ്കിൽ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യാം. എന്താണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, ഇമേജസ് ആണെങ്കിൽ ഇമേജസ്, അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റ്സിലും നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ ഓൺ ക്രിയേറ്റ് ഡിസൈൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം. ട്വിറ്റർ, യൂട്യൂബിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. ക്യാൻവ എന്ന് പറയുന്നത് ഫ്രീ ഫോട്ടോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈൻ ടൂളാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. ഈ വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു ആപ്പിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.